15ാമത് SKSSF സംസ്ഥാന സമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കീഴിൽ നടത്തപ്പെടുന്ന 15ാമത് സർഗലയത്തിൻ്റെ സംസ്ഥാന വേദിയിലാണ് പ്രകാശതീരം എന്ന ശീർഷകത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നടത്തപ്പെടുന്ന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി തളിപ്പറമ്പിൽ സർ സെയ്ദ് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസിൻ്റെ അകത്ത് വ്യത്യസ്തമായ മത്സരങ്ങൾ വിവിധങ്ങളായ വേദികളിൽ വിവിധ കാറ്റഗറികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം തൊലബ വിഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ മത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് നിരന്ന വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്ത 4 പ്രതിഭകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരെ പരിചയപ്പെടുക, അവരുടെ ഈ മത്സരത്തിൽ വന്ന എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂടിയിരുത്തത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രിയപ്പെട്ട മത്സരാർത്ഥികളുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുകയാണ്. നിങ്ങളുടെ പേരെന്താ? മുജിത്തബ. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. ഏത് പ്രോഗ്രാമിലായിരുന്നു ഇവിടെ പങ്കെടുത്തത്? ജനറൽ വിഭാഗം, സബ് ജൂനിയർ, ഖിറാഅത്ത്. മോനെ ആദ്യമായിട്ടാണ് മത്സരത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന മത്സരത്തിൽ മത്സരിക്കുന്നത്? ആദ്യമായിട്ട്. ഇതിനു മുമ്പ് നേരത്തെ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? മുസാബക്ക അതൊഴിച്ച് SKSFന്റെ ഈ മത്സരം ഫസ്റ്റ് സ്റ്റേജാണ്. എങ്ങനെയുണ്ടായി മത്സരത്തിന്? എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? എങ്ങനെ മത്സരങ്ങൾ എക്സ്പീരിയൻസ്? മത്സരിക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് ഒരു അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മുടെ ഒരു വീട്ടിൽ പോയ അമ്മച്ചിനോട് പറയും അല്ലേ, ഞങ്ങൾ മത്സരത്തിന് പോയി ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇത്രത്തോളം ഉഷാറായിരുന്നു എന്നൊക്കെയുള്ള ആ അനുഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടാവും. നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ മത്സരമാണ് മുസാബക്ക. അതിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്ന ഇല്ല. ആ മത്സരത്തിൽ മാറി സംസ്ഥാനത്ത് ആദ്യമായി മത്സരിക്കുന്നത് SKSFലാണ് അല്ലേ? മറ്റുള്ള മത്സരത്തിന് വിഭിന്നമായി വളരെ ഉഷാറായിട്ട് സ്കൂളിൽ മത്സരങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് ഫെസ്റ്റിവലിൽ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അകലാട്. ജാമിയ ജൂനിയർ കോളേജാ? ഹിഫ്ള് കോളേജ്. മാഷാ അല്ലാഹ്. ഹാഫിള? ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ഒരാളുടെ എന്താ മോൻ്റെ പേര്? അബ്ദുള്ള സ്വാലിഹ്. സാലിഹ് എവിടെ സ്ഥലം? അഞ്ചങ്ങാടി, തൃശ്ശൂർ. തൃശ്ശൂർ. എവിടെ പഠിക്കുന്നത്? ഞാൻ അകലാട് സ്വാബിലിയിലാണ്. ഇവരെ കോളേജിൽ തന്നെ? ഓക്കെ. ഏത് പരിപാടിയായിരുന്നു? ഖിറാഅത്തായിരുന്നു. ഏത് വിഭാഗം? ജനറൽ ജൂനിയർ വിഭാഗം. മാഷാ അല്ലാഹ്. നിലവിൽ ആദ്യമായിട്ടാണോ സംസ്ഥാനത്ത് മത്സരിക്കുന്നത്? സർഗലയത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത്. നേരത്തെ മുസാബക്കയിൽ മത്സരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ജില്ലയിൽ വരുന്നു. മാഷാ അല്ലാഹ്. എങ്ങനെയുണ്ട് മുസാബക്കനെ അപേക്ഷിച്ച് സർഗലയത്തെ എങ്ങനെ വിലയിരുത്തപ്പെടുക? സർഗലയം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിക്ക് പറഞ്ഞ ജനറലിൽ മത്സരിക്കേണ്ട ഒരാളായിരുന്നില്ല. തൊലബയിൽ മത്സരിക്കണം അങ്ങനെയായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാന് കോളേജിലുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ കോളേജിൽ നോക്കിയപ്പോ എല്ലാരും മത്സരമൊക്കെ സെറ്റ് ആയിക്കണം. എനിക്ക് കയറാനുള്ള സ്പേസ് ഇല്ല. ശാഖയിലൂടെ മുതലാക്കി അങ്ങനെ സ്റ്റേറ്റിലേക്ക് എത്തി. ജനറൽ വിഭാഗം. മാഷാ അല്ലാഹ്. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ വിളി തുടങ്ങി, എവിടേക്ക് പോവാ. അങ്ങനെ നാട്ടിൽ വന്നിട്ട് മത്സരിച്ചാണ്. അപ്പോ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. ഈ ഉള്ളിന്റെ ആളെന്ന് പറഞ്ഞാല് റെഡിക്കും പറഞ്ഞാല് ഒരു അർത്ഥവത്തായ വാക്കാണ്. ഈ മത്സരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു മത്സരത്തിന്റെ റിസൾട്ട് പറയാൻ നേരത്ത് ഉള്ളിലൊരു ആളലുണ്ടാവും. ഇതാർക്ക് കിട്ടും? അത് ചിലപ്പോ നമ്മള് കോഡ് ലെറ്റർ B ആണെന്ന് വെച്ചാല് കോഡ് ലെറ്റർ D എന്ന് പറയുമ്പോ നമുക്ക് അറിയാണ്ട് B ആയിട്ട് കേൾക്കും. അപ്പൊ അങ്ങനെ ഓരോ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും അതൊക്കെ. അപ്പോൾ അങ്ങനെ
ജില്ലയ്ക്ക് അങ്ങനെ വന്നു. അപ്പോൾ ജില്ല ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റണില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് വന്നുള്ളത് പ്രൈസ് കിട്ടി, സ്റ്റേറ്റിലാണ് വന്നുള്ളത്. സ്റ്റേറ്റില് പ്രതീക്ഷിച്ചിരുന്നോ ഫസ്റ്റ് കിട്ടുമെന്ന്? സ്റ്റേറ്റില് ഇല്ല. സ്റ്റേറ്റില് നിറയെ മുത്താലിമീങ്ങളായ കുട്ടികളാണ്. ഖുറാന് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ കിട്ടി. ഒരു ഏതെങ്കിലും സൂറത്തിലെ 2 ആയത്തോ ഒരു ആയത്തോ ഓതി കിട്ടിയാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓതാൻ പറ്റും മോനോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى. صدق الله العلي. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. എന്തായാലും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് കിട്ടി. ഏതായാലും ഉഷാറായിട്ടുണ്ട്. അടുത്തത് പേര് മുഹമ്മദ് സ്വാലിഹ് അല്ലേ? എവിടെയായിരുന്നു പഠിക്കുന്നത്? ജാമിയ ജലാലിയ മുണ്ടക്കുളം. ഇവിടെ എന്തിനൊക്കെയാണ് മത്സരിച്ചത്? രണ്ടിന്. സംഘടനാകാനും തൊലബ ജൂനിയർ വിഭാഗത്തിൽ തൊലബ ജൂനിയർ വിഭാഗം അറബിക് പദ്ധതികളിൽ 2 മത്സരത്തിലും 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, വളരെ കാര്യമാണ്. അതെ, വളരെ സന്തോഷം. 2 മത്സരത്തിലും. അതെ. അപ്പോൾ നിങ്ങൾ ആ സംഘടനാ ഗാനത്തിലെ ഒരു പല്ലവി നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ? പരിപാവനം ശോഭനം സമസ്ത പരന്തന്തരുൾ പാകിടും സമസ്ത പരിപാവനം ശോഭനം സമസ്ത പരന്തന്തരുൾ പാകിടും സമസ്ത മകളാളരനവധി പോറ്റിയ പ്രസ്ഥാനം ഇഹവും പരവും ജയമേകിടും വരദാനം സത്യധാര അകങ്ങളിൽ അതിൽ മിസ്ബാഹായി മൂല്യബോധങ്ങൾ പകർന്നു നൽകിയ മിഷ്കാത്തായി നേരിൻ സാകല്യം നേരും സാഫല്യം മർഹബയോതുന്നേ കൽബിൽ സദാ അരുളും ഹുദ അകലും വ്യത അണിചേരൂ പോരൂ അണിചേരൂ പോരൂ പരിപാവനം ശോഭനം സമസ്ത. സംസ്ഥാന ജമിയത്തുലമയുടെ പ്രസിഡന്റ് പ്രിൻസിപ്പളായിട്ടുള്ള ജലാലിയ മുണ്ടക്കുളത്തിലെ വിദ്യാർത്ഥിയാണ്. വളരെ സന്തോഷം. ഇനി ഒരു മത്സരം കൂടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത ആളിലേക്കൊന്ന്. എവിടെ ഉസ്താദ് ഇപ്പോ ഇവിടെ വന്നു പോയിട്ടുള്ളത് നമ്മളെ ഉസ്താദിന് വലിയ അഭിമാനമാണ് അല്ലേ? ഉസ്താദിന് നമ്മൾ പ്രാവശ്യത്തെ സർഗലയ പുരസ്കാരം, സാഹിത്യ പ്രതിഭാ പുരസ്കാരം പ്രാവശ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് സർഗല സമിതി, സ്റ്റേറ്റ് സമിതി കൊടുത്തിരിക്കുന്നത്, സംസ്ഥാന കമ്മിറ്റി എസ്കേസിന് സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്നത് ഉസ്താദിനാണ്. അപ്പോൾ ആ ഉസ്താദിന് ദർശനത്തിന് വരിക, അവതരിപ്പിക്കുക, ആ ഉസ്താദിന്റെ യശസ് എങ്കിൽ അത് വലിയൊരു ഇതാണ്. കാരണം സംസ്ഥാന കമ്മിറ്റി ഒരു പ്രതിഭാ പുരസ്കാരം കൊടുത്ത ആ ദർസിലെ പ്രതിഭകളും ഉസ്താദിന്റെ ശിഷ്യന്മാരും മത്സരിക്കുക, പ്രൈസ് വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഏതിനാണ് മോനെ ഏത് പ്രോഗ്രാമിലായിരുന്നു മത്സരിച്ചിരുന്നത്? ഖിറാത്ത് ഫസ്റ്റ് ആണ്. മാഷാ അല്ലാഹ്. പിന്നെ ഇതിനു മുമ്പ് നേരത്തെ മത്സരിച്ചിരുന്നോ? സംഘടനാ മത്സരം വേറെ ടാലന്റ് ഷോയിലോ അല്ലെങ്കിൽ ഖുർആൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ? എവിടെ? കണ്ണൂർ മത്സരിച്ചിട്ടുണ്ടോ? പ്രൈസ് കിട്ടായിരുന്നോ? ഇല്ല. പ്രൈസ് സംസ്ഥാനത്ത് ഫസ്റ്റ് ആയിട്ട് പ്രൈസ് കിട്ടുന്നത് സർഗലത്തിൽ അല്ലേ? ഇനി അങ്ങോട്ടുള്ള തുടർച്ചയാവട്ടെ.
ഈ മത്സരങ്ങൾ അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കടുത്ത മത്സരം നേരിട്ടു അല്ലേ? നല്ല മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നേരത്തെ മോന് പാടി പാരായണം ചെയ്ത പോലെ ഒരായത്തോ രണ്ടായത്തോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ച നല്ലല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازغات غرقا والناشطات نشطا والسابحات سبحا صدق അപ്പോൾ ഒരു ഉഷാറായിരുന്നല്ലേ? നേരത്തെ മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ കിറാത്തിലല്ല ഫസ്റ്റ് അവർ രണ്ടുപേര് രണ്ട് ഒരായത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒന്ന് ഓതിയാൽ വലിയ ഹയറായി. بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون صدق الله العلي العظيم. സ്വാലിയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ സർഗലയത്തിലും പങ്കെടുത്ത് സ്റ്റേറ്റിൽ വിന്നറാണ്. മാഷാ അല്ലാഹ്. അഥവാ ഉറുദു ഗാനത്തിലായിരുന്നു അല്ലേ മത്സരിച്ചിരുന്നത്? ഇപ്രാവശ്യം ഉറുദു ഗാനത്തിൽ ഇല്ല സ്വാലിഹ്. പക്ഷെ എന്നിരുന്നാലും അടുത്ത ഒരു മത്സരത്തിൽ ഏതായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? ഇപ്പോൾ ഇന്ന് സ്വാലിന്റെ ഒരു പദ്യം കഴിഞ്ഞ നമ്മുടെ ദേശമംഗലത്തിൽ നടന്ന സർഗലയായിരുന്നു അല്ലേ? അതിൽ മത്സരിച്ച ആൾ അതിൽ മത്സരിക്കുക, തളിപ്പറമ്പിൽ മത്സരിക്കുകയാണ്. കൃത്യമായ ഒരു രണ്ടിനും നല്ല ഒരു വ്യത്യാസം പറയാൻ പറ്റുമോ? നിലവില് മത്സരത്തിലോ മത്സരത്തിലെ തമ്മിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് ഏതായിരുന്നു? ഒന്നും കൂടി ടൈറ്റ് ഇപ്രാവശ്യം മത്സരമായിരുന്നു അല്ലേ? അതിന് ഒരു മാറ്റം കൂടി ഉണ്ട്. വിഷയം എന്ന് പറഞ്ഞാല് നിലവില് സംസ്ഥാന കമ്മിറ്റിയുടെ അപ്ഡേഷൻ, ഓരോ സമയങ്ങളിലെ മാനുവൽ അപ്ഡേഷന് നമ്മൾ അപ്ഡേറ്റുകളെ വിധികർത്താക്കളെ പോലും അതാത് കാലങ്ങളിൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതിൽ ട്രെയിനിങ് മേഖലയിൽ ഈ മേഖല സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആയ ആൾക്കാരാണ് നമ്മുടെ വിധികർത്താക്കളെ പോലും. അതെ, ടാലന്റായുള്ള മൾട്ടി ടാലന്റ് എല്ലാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന വിധികർത്താക്കൾ. അപ്പൊ അത് തന്നെ നമ്മുടെ റിസൾട്ടിനെയും അത് ചെയ്യും. ഇപ്പൊ ശാഖയിലാണ് ജില്ല ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിനെ അപേക്ഷിച്ച് ഇപ്പോ നേരത്തെ ശില്പശാല നടത്തി, അതിനുശേഷം ആ ശില്പശാല ക്ലാസ്സൊക്കെ മാസ്റ്റർ ട്രെയിനർമാരായ ആൾക്കാരാണ് ജില്ലാതലങ്ങളിലൊക്കെ വിജയം നയിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല എല്ലാവരുടെയും മൈന്യൂട്ടായ കാര്യങ്ങൾ തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ റിസൾട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല ആൾക്കാരെ ടാലൻ്റ് ആൾക്കാരെ സ്റ്റേജ് കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം ക്വാളിറ്റി ഉണ്ടാവുന്നു. കനം നമുക്കെന്താ നേരത്തെ മൂപ്പര് പറഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൽ പെടുത്തുമ്പോൾ ആളുകളുണ്ടാവുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പദ്യപാരായണല്ലേ? പദ്യപാരായണത്തില് നമുക്ക് രണ്ടുപേരും ആസ്വദിക്കാം അല്ലേ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്ട് മുഹമ്മദ് തൊയ്യബ് അരീക്കോട് എന്നുള്ള ആള് രചിച്ചൊരു പദ്യം. കമുലൽ ജമാലു മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇലു بالأمس كنت أجمل الأراضين فيناد أبقيت البكاء وأنينا
إليك من قبل أتى السياح لكل طي فيك نشارينا. നല്ല ടാലൻ്റാണ്, നല്ല ഉഷാറാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈസിലേക്ക് വന്നതും. വലിയ സന്തോഷം. നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന, നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ സ്ഥാപനത്തിന്, നിങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക്, അതിലേറെ നിങ്ങളുടെ മാതാപിതാക്കൾ, അവരാണല്ലേ നമ്മുടെ എല്ലാം. അപ്പം അവർക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഈ സരകലയത്തോടു കൂടി നിങ്ങളുടെ മത്സരം അവസാനിക്കുന്നില്ല. ജീവിതകാലം മൊത്തം, ജീവിതത്തിൻ്റെ അവസാനം മത്സരങ്ങളുടെ കാലമാണ്. അപ്പോൾ എല്ലാ മത്സരങ്ങളും, ജീവിതത്തിലെ മത്സരങ്ങളും ഇങ്ങനെയുള്ള മത്സരങ്ങളും, എല്ലാ മത്സരങ്ങളിലും നമുക്ക് വിജയിക്കാൻ റബ്ബ് തോഫീഖുകൾ, അതിൻ്റെ തോഫീഖ് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.